ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ചില ഹാബിറ്റ്സും ആക്ടിവിറ്റീസും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം പഴയ ആളുകൾ ചിലപ്പം ചില ഭക്ഷണങ്ങൾ പപ്പായ, പൈനാപ്പിൾ അങ്ങനെയുള്ള ഇതൊന്നും കഴിക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇന്നത്തെ പറയുന്ന ഭക്ഷണ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റിസർച്ചിൻ്റെ ബേസ് ചെയ്ത് പ്രൂവ് ചെയ്തേക്കുന്ന, കഴിക്കരുതെന്ന് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് പ്രഗ്നൻസിയിൽ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് അൺപാസ്ചറൈസ്ഡ് ഡയറി പ്രൊഡക്ട്സ്. അപ്പോൾ അൺപാസ്ചറൈസ്ഡ് എന്ന് പറയുമ്പം നമുക്കറിയാം, പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മിൽക്ക് പ്രൊഡക്ട്സിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്ത് അതിലുള്ള ബാക്ടീരിയനെ കൊല്ലുന്ന ഒരു പ്രോസസ്സിനെയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നടത്താത്ത ഡയറി പ്രൊഡക്ട്സ്, ചീസ്, അങ്ങനെ നമ്മൾ പാക്കറ്റിൽ തന്നെ കാണാൻ പറ്റും പാസ്ചറൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഈ പാസ്ചറൈസ്ഡ് ആവാത്ത മിൽക്ക് പ്രൊഡക്ട്സിൽ ചിലപ്പം ലിസ്റ്റേരിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടാവും. അത് മിസ്കാരേജസ് ഒക്കെ കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പം ഇത് നമ്മൾ പാക്കറ്റിൽ തന്നെ നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം അത് കഴിക്കണോ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ അണ്ടർ കുക്ക്ഡ് അല്ലെങ്കിൽ റോ ആയിട്ടുള്ള മീറ്റ് അല്ലെങ്കിൽ എഗ്ഗ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുമ്പോൾ എഗ്ഗ് അല്ലെങ്കിൽ മീറ്റൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നല്ലപോലെ കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ സാൽമോണല്ല, അതുപോലെ ലിസ്റ്റേരിയ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടാവും, വിച്ച് ക്യാൻ കോസ് മിസ്കാരേജസ്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നല്ലപോലെ കുക്ക് ചെയ്തിട്ട് വേണം മീറ്റും എഗ്ഗൊക്കെ കഴിക്കാൻ. പിന്നെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഒരെണ്ണമാണ് ഹൈ മെർക്കുറി കണ്ടൻ്റ് ഉള്ള ഫിഷ്. അതായത് നമ്മൾ ചില ഫിഷ്, ഇപ്പോൾ ഷാർക്ക് അതുപോലുള്ള ഫിഷിലൊക്കെ മെർക്കുറി കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇത് ബേബിയുടെ ബ്രെയിനും നെർവസ് സിസ്റ്റത്തിൻ്റെയും ഡെവലപ്മെൻറ്റിനെയൊക്കെ എഫക്റ്റ് ചെയ്യും എന്നാണ് റിസർച്ചിൽ പറയുന്നത്. അപ്പോൾ ഈ ഹൈ മെർക്കുറി കണ്ടൻ്റ് ഉള്ള ഫിഷ് നമ്മൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യണം. പിന്നെ അടുത്ത ഒരെണ്ണമാണ് വിറ്റാമിൻ എൻ്റെ എക്സസ് ആയിട്ടുള്ള വിറ്റാമിൻ എ. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിക്കാണ്ട് ചിലവർ നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് തന്നെ മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ടാവും, വിറ്റാമിൻ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ വിറ്റാമിൻ എയുടെ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലാണെങ്കിൽ അത് ബേബിയുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. ബേബിക്ക് ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഇനി അടുത്ത ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് കഫെയിൻ. അത് നമ്മൾ മസ്റ്റായിട്ടും എല്ലാവരും കഴിക്കുന്നുള്ള ഒരു സംഭവമാണ്. നമ്മൾ ചായയിലൂടെയും കാപ്പിയിലൂടെയൊക്കെ ഡെഫിനറ്റായിട്ടും കഫെയിൻ കണ്ടൻറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സേഫ് എമൗണ്ട് പറയുന്നത് 200 mg ആണ് ഒരു ദിവസം, അതായത് ഒരു കപ്പ് കോഫി. മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം. ഇനി തീരെ പറ്റാത്തവർ ഏറ്റവും മിനിമം ആയിരിക്കണം അതിൻ്റെ യൂസ്. അതായത് 200 mg പെർ ഡേ ആണ് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ലിമിറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഭക്ഷണങ്ങൾ നമ്മൾ റിസർച്ചിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന്, പ്രഗ്നൻസിയിൽ സേഫ് അല്ല എന്ന് പറയുന്ന ഭക്ഷണങ്ങൾ ഇതേ ഉള്ളൂ. ഇനി നമ്മൾ പഴയ ആൾക്കാരൊക്കെ പറയുന്ന രീതിയിൽ പപ്പായ, പൈനാപ്പിൾ, ഇതൊന്നും പ്രോപ്പറായിട്ടൊരു റിസർച്ചിൻ്റെ ബേസിൽ പ്രൂവൺ അല്ല. പക്ഷെ എന്നാലും പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ പപ്പായയിൽ നമ്മൾ നല്ലപോലെ പഴുത്ത പപ്പായ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല കഴിക്കുന്നതിൽ. അതിൽ ഒരുപാട് വിറ്റാമിൻസ് ഉള്ള നല്ല ഒരു ഫ്രൂട്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് പഴുക്കാത്തതാണെങ്കിൽ അതിൽ ഒരു എൻസൈം ഉണ്ടാവും. ഈ എൻസൈം ചിലപ്പം യൂട്രസിൻ്റെ കൺട്രാക്ഷന് അത് ഹെൽപ്പ് ചെയ്യിച്ച്, അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ യൂട്രസ് കൺട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബേബി മിസ്കാരേജസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പപ്പായ എല്ലാവരും പറയുന്നത്. പക്ഷെ അതിപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പ്രൂവൺ അല്ല. പക്ഷെ എന്നാലും നമുക്ക് മാക്സിമം, നമ്മളെന്തായാലും പച്ച പപ്പായ ഇരുന്ന് കഴിക്കാൻ പോകുന്നില്ലല്ലോ. നല്ലപോലെ പഴുത്ത പപ്പായ ആണെങ്കിൽ നമ്മൾക്ക് എല്ലാ ട്രൈമസ്റ്ററിലും കഴിക്കാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. അതുപോലെ തന്നെയാണ് ഈ പൈനാപ്പിളും. അതിലും ഇതുപോലെ ഒരു ചെറിയ കണ്ടന്റ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഈ ഇനീഷ്യൽ സ്റ്റേജസിൽ മാത്രമാണ് അത് നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ അതൊരു കോമൺ മിത്താണെന്നാണ് റിസർച്ച് നമ്മൾ പഠനങ്ങളിൽ പറയുന്നത്. അത് കഴിക്കുന്നത് കൊണ്ട് സേഫ് ആണെന്നാണ് പറയണത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ ഇനീഷ്യൽ ഒരു സ്റ്റേജിൽ ഈ പൈനാപ്പിളും അതുപോലെ പച്ചയായിട്ടുള്ള പപ്പായയും ഒഴിവാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഹാബിറ്റ്സാണ് നമ്മൾ മാറ്റേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണമാണ് സ്മോക്കിംഗ്. അപ്പോൾ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ സ്മോക്ക് ചെയ്യണമെന്നില്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്കേഴ്സാണ്, നമുക്ക് എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ബേബിക്ക് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള കാര്യങ്ങളാണ് ബർത്ത് വെയിറ്റ് ഭയങ്കര കുറയാം, ലോ ബർത്ത് വെയിറ്റ്, അതുപോലെ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാവാം, നോർമലായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ നടക്കില്ല.
അതുപോലെ ചില കണ്ടീഷനിൽ മിസ്കാരേജസ് വരാറുണ്ട്. ഇങ്ങനെയുള്ള ചില കോംപ്ലിക്കേഷൻസ് നമ്മൾ സ്മോക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ സ്മോക്ക് ചെയ്യണ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു ആൽക്കഹോൾ, അതുപോലെ ഡ്രഗ്സ്, ഇതുപോലുള്ള യൂസൊന്നും, ഇതുപോലുള്ള ഹാബിറ്റ്സ് ഉള്ളവരുണ്ടാവാം, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അത് ഇതുപോലെ മിസ്കാരേജസും ബർത്ത് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉള്ളതാണ്. പിന്നെ അടുത്ത ഒരെണ്ണമാണ് നമ്മൾ ഹോട്ട് ടബ്സ്. നമ്മളിപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് അറിയില്ല, ചിലരുടെ വീട്ടിൽ ടബ് ഉണ്ടായിരിക്കും, ബാത്ത് ടബ്. നമ്മളതിൽ ഞാനൊക്കെ നല്ല ചൂടുവെള്ളം യൂസ് ചെയ്യുന്ന ആളാണ്. ആക്ച്വലി അത് സ്കിന്നിനെല്ലാം പൊട്ടയാണ്, പക്ഷെ എന്നാലും നമ്മളൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് വാട്ടർ ബാത്ത് നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ പ്രഗ്നൻസിയിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജസിൽ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യണം. ഈവൻ ഇനീഷ്യൽ സ്റ്റേജസിൽ മാത്രമല്ല, ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ അത് അവോയ്ഡ് ചെയ്താൽ നല്ലതാണ്. കാരണം ലാസ്റ്റ് സ്റ്റേജസിലൊക്കെ ആകുമ്പോൾ നമ്മൾ കൺട്രാക്ഷനൊക്കെ വന്നു തുടങ്ങുമ്പോൾ ചിലർ പറയും ഈ വാം വാട്ടർ ബാത്ത് നല്ലതാണെന്നുള്ളത്. പക്ഷെ അതല്ലാതെ ഈ കൺട്രാക്ഷൻസിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പക്ഷെ അതല്ലാതെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ നമ്മൾ ഈ ഹോട്ട് വാട്ടർ ബാത്ത് കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണം. പിന്നെ അടുത്ത ഒരെണ്ണമാണ് നമ്മൾ ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള സ്പോർട്സും കാര്യങ്ങളൊക്കെ. അതായത് ബാസ്കറ്റ് ബോൾ അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്, അങ്ങനെ നമ്മൾ അതിലൊക്കെ ഒരു റിസ്ക്കും ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വീഴാം, ട്രോമ വരാം. അപ്പം അങ്ങനെ റിസ്ക് ഉള്ള എക്സസൈസസ്, പിന്നെ അതുപോലെ ഹെവി ലിഫ്റ്റിംഗ് ഒക്കെയുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ പ്രഗ്നൻസിയുടെ ടൈമിൽ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ പ്രഗ്നൻസിയിൽ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എക്സസൈസസും ആക്ടിവിറ്റീസും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.